ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഇഷിതയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇഷിതയുടെ ചേച്ചിയുടെ അമ്മായിയമ്മയാണെങ്കിൽ ഇഷിതയെക്കുറിച്ച് അനാവശ്യങ്ങളെല്ലാം കിടന്ന് പറയുക. ഇത് കേട്ട ചേച്ചിയാണെങ്കിൽ ദേ തള്ളേ, മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ എൻ്റെ കൈ നിങ്ങളെ കാരണത പതിക്കും. ഓ ദേ, ഞാൻ പറയുന്നത് കൊണ്ടാണ് തെറ്റ്. നിന്റെ ചേച്ചിയെ ഇനി വല്ല ലോഡ്ജിൽ നിന്നായിരിക്കും പിടിക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെ പറഞ്ഞു തീരേണ്ട താമസം. ഇവരാണെങ്കിൽ ആ തളയുടെ കാരണം നോക്കി പട്ടക്കെന്ന് പറഞ്ഞൊന്ന് പൊട്ടിക്കുകയാണ്. ദേ, ഇനി കളി തുടങ്ങിയിട്ടേ ഉള്ളൂ, നിങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. എൻ്റെ വീട്ടുകാരെക്കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം നിങ്ങൾ ശരിക്കറിയും എന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പോവുക. പക്ഷേ ഒരിക്കലും ഇവരുടെ കാരണം അടിച്ച് പൊട്ടിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അടങ്ങിയിരിക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാഷിനാണെങ്കിൽ ആകെ വെപ്രാളം. ഇഷിതയെ കാണാനില്ലല്ലോ. ഇഷിത എവിടെ പോയെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ് ഇങ്ങനെ നടക്കുക. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി വന്ന് ചോദിക്കുകയാണ്, മാഷേ എന്ത് പറ്റി മാഷേ, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനും ഇല്ലല്ലോ. എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, മാഷിങ്ങനെ പതിവില്ലാത്തതുപോലെ ആകെ വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടിട്ട് ചോദിച്ചതാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയൂ മാഷേ, എന്താണെങ്കിലും നമുക്ക് പരിഹരിക്കാമല്ലോ. ഒന്നുമില്ലെന്നേ, ഞാൻ ചുമ്മാ ഓരോന്ന് ആലോചിച്ചിങ്ങനെ നടന്നേ ഉള്ളൂ. ആണോ മാഷേ? എങ്കിൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോഴേക്കും ദേ വരുന്നു വേറൊരാൾ. അല്ല മാഷേ, എന്ത് പറ്റി മാഷേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. അല്ല, ഞാനിന്നേ ഹോട്ടലിൽ വെച്ച് മഹേഷിൻ്റെ ആദ്യ ഭാര്യയെയും പിന്നെ അവർ ഇപ്പോഴത്തെ ഭർത്താവിനെയും കണ്ടായിരുന്നു. അവർ തമ്മിൽ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായത് ഞാൻ കണ്ടായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നങ്ങളൊന്നുമില്ല, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പറഞ്ഞു വിടുകയാണ്. അപ്പം മാഷിന് അതിലേറെ വെപ്രാളമായി. അപ്പോൾ അവിടെ ഒരു വഴക്കുണ്ടായി എന്ന് മനസ്സിലാകുക തന്നെ ചെയ്തു. അപ്പോൾ ഒരു സൗന്ദര്യപ്പണക്കത്തിൻ്റെ പേരിലല്ല ഇഷിത മടങ്ങിപ്പോയതെന്ന് മാഷിന് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. അപ്പോഴാണ് ദേ വരുന്നു രാമൻ. അപ്പോൾ രാമൻ നേരെ ആ മാഷ് ഇവിടെ നിൽക്കുകയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യാനാണ്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ രാമ, ഇഷിത ഒരു സൗന്ദര്യപ്പിണക്കത്തിൻ്റെ പേരിൽ ഇങ്ങനെ മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. തക്കതായ എന്തോ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഞാനൊരാളെ കണ്ടായിരുന്നു ഹോട്ടലിൽ വെച്ച്. മഹേഷിൻ്റെ ആദ്യ ഭാര്യയും തമ്മിൽ എന്തൊക്കെയാ പ്രശ്നമുണ്ടായി അല്ലേ? അതപ്പം നിസ്സാരമായിട്ട് കാണാനായിട്ട് സാധിക്കില്ല അല്ലേ രാമ? എന്താ ഉണ്ടായത്? എന്താണെങ്കിലും തുറന്നു പറയാനായിട്ട് പാടില്ലേ? മാഷേ, ഞാൻ മാഷിനോട് ആ കാര്യങ്ങൾ പറയാൻ വേണ്ടി തന്നെയാണ് വന്നത്. എനിക്ക് ചില കാര്യങ്ങളെല്ലാം സത്യങ്ങൾ തുറന്നു പറയണം. എന്താടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ മാഷേ, മഹേഷിന് ഒരു മോനും കൂടിയുണ്ട്. ഇത് കഴിഞ്ഞപ്പോഴേക്കും എന്താടോ താൻ എന്താ പറഞ്ഞത്? അതെ, ചിപ്പിയെ കൂടാതെ ഒരു മകനും കൂടി മഹേഷിനുണ്ട്. ആ ഒരു സത്യം അറിഞ്ഞപ്പോഴാ ഇഷിത പിണങ്ങിപ്പോയതെന്നും പറയാ. ഇത് കേട്ട ഉടനെ തന്നെ ഈ മാഷ് അടിക്കാനായിട്ട് കൈ ഉയർത്തുകയാണ് ഈ രാമനെ. തന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് താൻ എന്തൊക്കെ വർത്തമാനങ്ങളാണോ പറയുന്നത്? എൻ്റെ മകളുടെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും തനിക്കറിയാവോ? എന്തിനാ ഞങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചത്? അന്ന് കല്യാണം ആലോചിക്കാൻ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് സത്യങ്ങൾ തുറന്ന് പറയായിരുന്നില്ലേ? അത് പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും സംഭവിക്കായിരുന്നോ? ഞങ്ങൾ ഒന്നും കൂടി ആലോചിക്കായിരുന്നു ഈ കല്യാണം വേണോ വേണ്ടേ എന്നൊക്കെ. അതുപോലും താൻ പറഞ്ഞില്ലല്ലോ. ഇപ്പം എല്ലാം നടന്നും കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ മകനൊരു മകനുണ്ടെന്ന്. എടോ, ഇതെങ്ങനെ ഞങ്ങളുടെ മുന്നിൽ പറയാനായിട്ട് തോന്നി? എൻ്റെ മോള് അത്രയ്ക്ക് മനസ്സ് വേദനിച്ചുകൊണ്ട് തന്നെയാണ് അപ്പം ഇറങ്ങിപ്പോയത്. അപ്പം ഇത് നിസ്സാര പ്രശ്നമല്ലല്ലേ മാഷേ? ക്ഷമിക്കണം മാഷേ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. തനിക്കങ്ങനെ പറയാടോ എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിന് കയറി കുത്തിപ്പിടിച്ചവിടെ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാകുകയാണ്. അവിടെ രാമനെ പൊളിച്ചെടുക്കുകയാണ് ഈ മാഷ്. എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ വെച്ചേക്കില്ല ഞാൻ ഒറ്റണത്തിനെ. എൻ്റെ മോള് ദേ അത്രയ്ക്കും നല്ല മനസ്സുള്ള കുട്ടിയാണ്. കാരണം അവൾ ആരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ ഇതുവരെ നടന്നിട്ടുമില്ല. അവൾ ആരോട് ഒരു കാര്യവും മറച്ച് വെച്ചിട്ടുമില്ല. നിങ്ങളുടെ മകൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ മകളെ ക്ഷണിച്ചു കഴിഞ്ഞപ്പോഴേക്കും നല്ല കുടുംബമാണ്, നല്ല രീതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാ അവൾ നിങ്ങളുടെ മകൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നും പറഞ്ഞുകൊണ്ട് സകലമന കാര്യങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പോവുകയാണ്. ഇതൊക്കെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ മഹേഷും അതേപോലെ തന്നെ മഹേഷിൻ്റെ അമ്മയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ദൈവമേ, ഇഷിതിനി എവിടെയായിരിക്കും മോനെ? എന്തായാലും അവൾ കാണിച്ചത് ശരിയാണോ? എന്താ കാണിച്ച് ശരിയാവാത്തത് എന്താ? കാരണം അവളോട് നമ്മൾ പല കാര്യങ്ങളും മറച്ചു വെച്ചില്ലേ? അത് പറയണ്ടായിരുന്നോ? അവൾ കാണിച്ചാൽ ഒരു തെറ്റുമില്ല. സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പിണങ്ങിപ്പോയി. അത് ഏതൊരു സ്ത്രീയാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ. അതിൽ അവളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അമ്മേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേ വരുന്നു രാമൻ. അപ്പം രാമനാണെങ്കിൽ ഞാൻ മാഷിനെ കണ്ടായിരുന്നു. മാഷിനോട് കാര്യങ്ങളെല്ലാം തുറന്നടിച്ച് പറഞ്ഞു. നിനക്ക് ആദ്യം എന്ന് പറഞ്ഞൊരു മകനുണ്ടെന്നും ഞാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മോനെ. പൊട്ടിത്തെറിക്കുകയായിരുന്നു. വല്ലാതൊരു രീതിയിലാണ് എന്നോട് സംസാരിച്ചത്.
അദ്ദേഹത്തിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എങ്ങനെ അംഗീകരിക്കും? പിന്നെ എന്നോട് പറഞ്ഞെന്താണെന്നറിയാമോ? കല്യാണത്തിന് മുമ്പ് ഈ മകൻ്റെ കാര്യം എന്തുകൊണ്ട് നിങ്ങൾ മറച്ചു വെച്ചു? നിങ്ങൾക്ക് എന്നോട് തുറന്നു പറയാമായിരുന്നില്ലേ? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കല്യാണം വേണോ വേണ്ടേന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ആലോചിച്ചാനായിരുന്നില്ലേ എന്ന്. ഇത് കേട്ട് നമ്മുടെ മഹേഷ് ആണെങ്കിൽ ശരിയല്ലേ, അദ്ദേഹം പറഞ്ഞ ശരിയല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? എനിക്കൊരു മകനുണ്ടെന്ന് നിങ്ങൾ എന്തുകൊണ്ട് അവരോട് പറഞ്ഞില്ല? അച്ഛനല്ലേ എനിക്ക് കല്യാണം ആലോചിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ പറയായിരുന്നില്ലേ? എല്ലാ സത്യങ്ങളും തുറന്ന് പറയായിരുന്നില്ലേ? എല്ലാം മറച്ചു വെച്ചു നിങ്ങൾ രണ്ടുപേരും ചേർന്നുകൊണ്ട്. നിങ്ങൾ രണ്ടുപേരും ചെയ്ത തെറ്റിന് ഇപ്പം ഞാനാണ് നടുവിൽ കിടന്ന് അനുഭവിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഇഷിത എവിടെയുണ്ടെന്ന് ആർക്കറിയാം? നമ്മളെങ്ങനെ കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കാം. പിന്നീട് പ്രിയാമണിയും സുജിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. എന്നാലും എവിടെയായിരിക്കും ഇഷിത പോയിട്ടുണ്ടാവുക? മാഷ് എവിടെ പോയി? ദേ ഇളയച്ചൻ പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. ദൈവമേ, മനസ്സിൽ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ടെൻഷൻ കൊണ്ട് നിറഞ്ഞ് ഇരിക്കുകയാണല്ലോ. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷനാവുന്നു. ഇളയം ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേ? ചേച്ചി എവിടെ പോകാനാ? എവിടെയാണെങ്കിലും വരും. ചേച്ചി അങ്ങനെ വീരുമൊന്നുമല്ലല്ലോ, എവിടെയാണെങ്കിലും വന്നിരിക്കും. അപ്പോൾ ദേ വരുന്നു മാഷ്. അപ്പോൾ മാഷ് ഇത് എവിടെ പോയതാണ്? അത് പിന്നെ എന്നെ ഇഷിത വിളിച്ചായിരുന്നു. ആണോ? സത്യമാണോ മാഷേ? എൻ്റെ ദൈവമേ, ഇപ്പോഴാണ് എനിക്ക് ശ്വാസം വീണത്. ഇഷിത വിളിച്ചല്ലേ? അവൾ എവിടെയാണ്? അവൾ പറയാമെന്ന് പറഞ്ഞു, ചെറിയ ബിസികളായതുകൊണ്ടാണ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കേണ്ടതെന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണോ? ഇപ്പോഴാണ് നല്ല ശ്വാസം നേരെ വീണത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയാമണി നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ സുജിയാണെങ്കിൽ ഇളയച്ചൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. എന്താ പറ, സത്യം പറ. ഇളയച്ചൻ എന്തിനാ പുറത്തേക്ക് ഇറങ്ങിപ്പോയത്? എന്തെങ്കിലും രഹസ്യമുണ്ട് ഇളയച്ച? സുജി മോളെ, എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. നമ്മളിൽ നിന്നും അവർ പല കള്ളങ്ങളും മറയ്ക്കുകയായിരുന്നു മോളെ. എന്ത് കള്ളം? അതെ, മഹേഷിന് ചിപ്പിയെ കൂടാതെ ഒരു മകനും കൂടി ഉണ്ടെന്ന്. ഇത് കേട്ട സുജിയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോവുകയാണ്. എന്താ ഇളയച്ച? ഇളയച്ചൻ എന്താ പറഞ്ഞത്? അതെ, സത്യം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ പ്രിയാമണി ഈ കാര്യം അറിയണ്ട. അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്കത് താങ്ങാനായിട്ട് പറ്റില്ല. ആ ഒരു പ്രശ്നം അവിടെ മൂത്തായിരുന്നു. അങ്ങനെ ഇഷിത ഹോട്ടലിൽ വെച്ച് സത്യങ്ങളെല്ലാം അറിഞ്ഞു. അങ്ങനെയാ മനസ്സ് സങ്കടപ്പെട്ട് ഇഷിത പുറത്തേക്ക് ഇറങ്ങി പോയത്. അവളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ദൈവമേ, അവളുടെ മനസ്സ് അത്രയ്ക്ക് വേദനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവരുന്ന പ്രിയാമണി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല ഇഷിതയെ വിളിച്ചെന്നല്ലേ പറഞ്ഞ? വിളിച്ചു അവൾ തിരക്കില്ല. വരട്ടേന്നേ. ഇനി എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നീട് കാണിക്കുന്നത് ചിപ്പിയാണ്. അപ്പോൾ ചിപ്പി ഹോംവർക്ക് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മഹേഷ് വന്നിട്ട് ചിപ്പി ഹോംവർക്ക് ചെയ്യാണോ? അതെ, ഞാൻ ഹോംവർക്ക് ചെയ്യാം. എൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നതേ തലേ ദിവസം തന്നെ ഹോംവർക്ക് എല്ലാം ചെയ്തു തീർക്കണമെന്നാ. അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റായ കാര്യങ്ങളാണ് ഡാഡി. അതുകൊണ്ട് ഞാനതെല്ലാം ചെയ്യും. മിടുക്കിയാണല്ലോ. അപ്പോൾ അമ്മ നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലേ? പിന്നെ നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അമ്മയ്ക്ക് ഡാഡിയോട് ദേഷ്യമാണെന്ന് അമ്മ പറഞ്ഞായിരുന്നോ? അല്ല, പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും എനിക്കറിയാം മോളുടെ അമ്മയ്ക്ക് ഡാഡിയെ ഇഷ്ടമല്ല. ഡാഡി അമ്മയ്ക്ക് ഇഷ്ടമൊക്കെ തന്നെയാ. പക്ഷേ ഡാഡി അമ്മയോട് ഒരുപാട് കയർത്ത് സംസാരിക്കുന്നുണ്ട്. അത് ശരിയാ, ഞാൻ ഒരുപാട് കയറി സംസാരിക്കുന്നുണ്ട്. അന്ന് തന്നെ കണ്ടില്ലേ ഡാഡി എന്തിനാ അമ്മയോട് മാപ്പ് പറയാൻ പറഞ്ഞത്? ആ ചേട്ടൻ അമ്മയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചില്ലേ? ഡാഡി ഒന്നും മിണ്ടിയ പോലുമില്ലോ. മോളെ, അത് നിന്റെ സ്വന്തം ചേട്ടനാ. അല്ല, എനിക്ക് ആ ചേട്ടനെ വേണ്ട. എനിക്ക് ആ ചേട്ടനെ ഇഷ്ടമൊന്നുമല്ല. ആ ചേട്ടൻ നല്ലൊരു ചേട്ടനായിരുന്നെങ്കിലേ അമ്മയെ കൊണ്ട് സോറി പറയിപ്പിക്കില്ലായിരുന്നു. അതെന്താണെന്നറിയാവോ? ആ ചേട്ടനെ വളർത്തുന്നതേ രചനാമ്മയാ. എന്നെ വളർത്തുന്നത് എൻ്റെ ഇഷിതാമ്മയും. ആ ഒരു വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം. മോളെ, എങ്കിൽ നമുക്ക് മോളുടെ ചേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? മോളുടെ ഇഷിതാമ്മ തന്നെ ചേട്ടനെ വളർത്തട്ടെ. അപ്പം നല്ല സ്വഭാവം ആവൂലേ? കുറച്ച് പാടുപെടേണ്ടി വരും. എന്നാലും നോക്കാം. അമ്മ വരട്ടെ, അമ്മയോട് നമുക്ക് സംസാരിച്ച് ഈ കാര്യത്തെക്കുറിച്ച് പറയാം. അമ്മ തന്നെ തീരുമാനിക്കട്ടെ എന്ത് വേണമെന്ന്. ശരി, എങ്കിൽ വന്ന് കിടക്ക് എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ പിടിച്ച് കിടക്കുക. ഡാഡി, അതെ, അമ്മ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അമ്മയോട് പിണക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ ഡാഡി ഒന്ന് കേൾക്കണം. ഉറപ്പായിട്ടും മോളുടെ അമ്മയെ ഇനി ഒരിക്കലും ഞാൻ വിഷമിപ്പിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൊച്ചിനെ ചേർത്ത് കിടത്തുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും ഈ ഇഷിതയുടെ അച്ഛനാണെങ്കിൽ ഇന്ന് പത്രം വായിക്കുക. അപ്പോൾ സുജി വന്നിട്ട് ഇളയച്ച എന്തെങ്കിലും വിവരമുണ്ട് ഇളയച്ച? ഒരു വിവരവും ഇല്ല. ആലോചിച്ചിട്ട്
ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്നാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചി എങ്ങോട്ട് പോകാനാ? ചേച്ചി വരുമെന്നേ. സൗന്ദര്യപ്പിണക്കത്തിന് മാറി നിൽക്കുന്നതായിരിക്കും, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ ദേ വരുന്നു പ്രിയാമണി. അപ്പോൾ പ്രിയാമണി ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇനി അവളെക്കുറിച്ച് ടെൻഷൻ അടിക്കാനില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പോവുക. അപ്പോൾ അത് ഈ മാഷിൻ്റെ ഒരു പഴയ ഒരു സ്റ്റുഡൻറ്റ് വിളിക്കുകയാണ്. മാഷ് എന്നെ മനസ്സിലാവില്ലല്ലോ, മാഷ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെ, ഞാനിപ്പോൾ വിളിച്ചതേ മാഷിൻ്റെ മകളില്ലേ, മകളെ ഞാൻ കന്യാകുമാരിയിൽ വെച്ച് കണ്ടായിരുന്നു. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആരെ? ഇഷിതയോ? അതെ, ഇഷിതയെ ഞാൻ കണ്ടായിരുന്നു എന്ന് പറയുക. എവിടെയായിരുന്നു? വിവേകാനന്ദ പറയില്ല, ധ്യാനത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വളരെ നന്ദിയുണ്ട് കേട്ടോ. മാഷിന് സുഖം തന്നെയല്ലേ? എനിക്ക് സുഖം തന്നെയാ. മാഷിൻ്റെ വീട്ടിലേക്ക് ഞാൻ ഒരു ദിവസം വരുന്നുണ്ടേ. വരൂ, അതിനെന്താ കുഴപ്പം? നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ. പിന്നെ ഇഷിതയുടെ കാര്യം പറഞ്ഞതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക. അപ്പോൾ സുജിയോട് ആ സന്തോഷ വാർത്ത പറയാണ്. ഇഷിതയെക്കുറിച്ചുള്ള വിവരം കിട്ടി. അവൾ കന്യാകുമാരിയിലാണ്, ധ്യാനത്തിലിരിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. അവർ ഇന്നലെ കണ്ടതാണെന്ന് അത്രേ. ഞാൻ പഠിപ്പിച്ച ഒരു പഴയ സ്റ്റുഡൻ്റാണ് എന്നൊക്കെ ഇങ്ങനെ തുറന്നടിച്ച് പറയുക. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷം. അങ്ങനെ നമ്മുടെ പെട്ടെന്നൊരു കോളിമ്പല് കേൾക്കുക. പ്രിയാമണി ചെന്ന് കഥക് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നിൽക്കുന്നു ഇഷിത. ഇഷിതയെ കഴിഞ്ഞ മോളെ ഇഷിതേ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. ഇത് നിനക്കൊന്ന് ഫോൺ വിളിക്കായിരുന്നില്ലേ? നീ എന്താ ഫോൺ വിളിക്കാതിരുന്നത്? ഇത്ര നേരം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ അമ്മേ, ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിനുവേണ്ടി പോയതാ. എനിക്ക് പെട്ടെന്ന് ആരോടും പറയാനായിട്ട് പറ്റിയില്ല. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയി, പിന്നെ ചാർജ് കുത്താനും മറന്നുപോയി അമ്മേ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അവിടെ പറയുക. ഏതായാലും ഞാനിവിടെ എത്തിയല്ലോ. മനുഷ്യനാകെ തീ തിന്നുപോയി. എന്തൊക്കെ ഇതൊക്കെ ആയിരുന്നു. പിന്നെ അച്ഛാ, നിങ്ങൾ ടെൻഷനായോ? സുജി, നീ എന്താ ടെൻഷനായോ? ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മോളെ. എന്നാൽ മോൾക്കൊരു കപ്പ് ചായ എടുക്കട്ടെ അമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണ്ടമ്മേ, ഞാനേതായാലും 101 പോയി കഴിച്ചോളാം. ഇന്നലെ എന്നെ കാണാത്തതിൻ്റെ വലിയ പരാതിയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അവർക്ക്. അപ്പോൾ അവരുടെ ആ പരാതി ഒന്ന് തീർത്ത് കളഞ്ഞേക്കാം. ഞാനേതായാലും അവിടെ പോയി കഴിച്ചോളാം. അച്ഛാ ഒന്ന് വന്നേ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ വിളിച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ഇഷിത. പോയി കഴിഞ്ഞപ്പോഴേക്കും മോളെ ഇഷിതേ, അവിടെ ഒന്ന് നിന്നേ. നിനക്ക് ഒഫീഷ്യൽ മീറ്റിംഗ് ആയിരുന്നു എന്ന് തന്നെയല്ലേ പറയുന്നത്? അതെ അച്ഛാ, ഒഫീഷ്യൽ മീറ്റിംഗ് തന്നെയായിരുന്നു. അപ്പോൾ കന്യാകുമാരിയിലെ വിവേകാനന്ദപ്പാറയിലായിരുന്നോ മെഡിസിൻ്റെ ഒഫീഷ്യൽ മീറ്റിംഗ്? ഇത് കേട്ട ഇഷിത ഒന്ന് ഞെട്ടിപ്പോവുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത ഇവരെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.